പാർട്ടി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ വി ജോയി ജില്ലാ സെക്രട്ടറിയാണ്, തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയാണ്. അതൊരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ലേ? മറുഭാഗത്ത് അടൂർ പ്രകാശാണ്. അല്ല, അത് സിറ്റിംഗ് എം പിയും മന്ത്രിയും എന്നൊക്കെ ഉള്ള നമ്മൾ ഈ പഴയ ഒരു രൂപകം കടമെടുത്ത് പറഞ്ഞാൽ ആനയെ മയക്കുന്ന അരിങ്കോടരാണ്. അതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവിൽ ഇടതുപക്ഷ മണ്ഡലം അല്ലേ? ഇടതുപക്ഷത്തിന്റെ ശക്തമായ മണ്ഡലമാണ് തിരുവിതാംകൂർ ഭാഗത്ത്. ശരിക്ക് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഞാനൊന്ന് പറയാം. കേരളത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ മണ്ഡലം വടകരയാണ്. അത് കഴിഞ്ഞാൽ കോഴിക്കോടാണ്, കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ. ഈ 5 എണ്ണമാണ് മലബാർ ഭാഗത്തുള്ളത്. മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ചെറിയ ഒരു എഡ്ജെങ്കിലുള്ള ഒരു മണ്ഡലമുള്ളത് അത് തൃശ്ശൂരാണ്. പഴയ തൃശ്ശൂരല്ല, ഈ പുനർവിഭജനത്തിന് ശേഷം ഇരിങ്ങാലക്കുട സെഗ്മെൻറ്റ് കൂടി വന്ന തൃശ്ശൂർ. ചെറിയ ഒരു മേൽക്കയ്യേ ഉള്ളൂ, എങ്കിലും ഉണ്ട്. പിന്നെ മധ്യ കേരളത്തിലേക്ക് നോക്കണ്ട, ആ ഭാഗത്തൊന്നുമില്ല. പിന്നെ തിരുവിതാംകൂർ ഭാഗത്ത് 2 മണ്ഡലങ്ങളാണ്, പ്രധാനമായിട്ട് ആറ്റിങ്ങലും കൊല്ലവും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ UDFന്റെ ശക്തന്മാരായ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. പ്രചരണ രംഗത്തെ ഇപ്പോൾ ഏറ്റവും പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി വിവാദം, പിന്നെ കരിമണൽ ഖനനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി. ഇങ്ങനെയുള്ള 2-3 വിഷയങ്ങൾ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ LDFനെ സംബന്ധിച്ചുള്ള പ്രചരണ ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ അത് എത്രത്തോളം CPMനെയും പ്രത്യേകിച്ച് LDFനെയും ബാധിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ രാഷ്ട്രീയ സദാചാരം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ. സാധാരണ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതിൽ തന്നെ വിശേഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് സാമ്പത്തിക ആരോപണങ്ങൾ വരാറില്ല. അങ്ങനെ ഒരു ആരോപണം വന്നാൽ പിന്നെ ആൾ പാർട്ടിയിലില്ല. ചാത്തൂനി മാസ്റ്റർ എത്ര വലിയ നേതാവായിരുന്നു, സാങ്കല്പികമായ ചില ആരോപണങ്ങളുടെ പുറത്താണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മറ്റ് പല നേതാക്കളുടെയും അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എതിരായിട്ട് വളരെ ശക്തമായ ആരോപണമല്ല, കോടതി വിധി എന്ന് പറയാവുന്ന രീതിയിലൊരു സംഗതി വന്നു. അതിൻ്റെ പുറത്ത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം നടക്കുന്നു, കേന്ദ്ര ഏജൻസികൾ പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും തൃപ്തികരമായൊരു ഉത്തരം പാർട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മൊത്തം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അതൊരു ധാർമ്മികതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഇതുവരെ വോട്ട് ചെയ്ത ആളുകൾ, അവരുടെ മുമ്പിൽ ഈ കാര്യം വിശദീകരിക്കാനുള്ള ഒരു ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം, നിയമപരമായ ഉത്തരവാദിത്വം വേറെയാണ്, അത് കോടതിയിലാണ്. ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. അതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നൊരു ഫീലാണ് എപ്പോഴും രാഷ്ട്രീയത്തിൽ പ്രധാനം. വോട്ട് ചെയ്യുന്ന ആളുകൾ തെലുങ്ക് നിയമം അനുസരിച്ചിട്ടല്ല വോട്ട് ചെയ്യുക. തെലുങ്ക് നിയമവും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നോക്കിയിട്ടില്ല ജനങ്ങൾ വോട്ട് ചെയ്യുക. ജനങ്ങളുടേതായ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം ശരിയായ രീതിയിൽ ഇവർക്ക് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് പുറമേ ഞാൻ നേരത്തെ പറഞ്ഞ SFIക്കാരുടെ മറ്റു അക്രമ രാഷ്ട്രീയം. സാധാരണ CITUകാരാണ് വലിയ അക്രമങ്ങൾ ചോദ്യക്കാരൊക്കെയാണ് ചെയ്യാറ്. മുൻകാലങ്ങളിൽ പാർട്ടിയുടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യം CITUകാരാണ് നിറവേറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം DYFI SFI ഏറ്റെടുത്തിരിക്കുന്നു. അത് 2ാമത്തെ വിഷയം. 3ാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖജനാവിൽ 5 പൈസ ഇല്ലാത്തപ്പോൾ ഇതുപോലുള്ള ധൂർത്ത് കെട്ടുകാഴ്ചകൾ നടത്തുന്നു. ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. മറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ ഒരു സ്ത്രീ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്യുന്നു. മറിയക്കുട്ടി ഒറ്റയ്ക്കല്ല, ഒരു മറിയക്കുട്ടി മാത്രമേ പിച്ചച്ചട്ടി എടുത്തുള്ളൂവെങ്കിലും അത് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അപ്പം ഇങ്ങനെ പ്രതിഷേധങ്ങളെ നേരിടുന്നത് രീതി അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. ഇപ്പോൾ ഈ SFIക്കാർ DYFIക്കാർ കേരളത്തിൽ അക്രമാസക്തമായി എന്തൊക്കെ സമരങ്ങൾ നടത്തിയിട്ടില്ലേ? തിരുവനന്തപുരത്ത് തന്നെ SFI അല്ല പോലീസിൻ്റെ തല്ലുകൊണ്ട് തല തകർന്ന എത്രയോ സഖാക്കൾ ഉണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ ഭരണം കിട്ടുമ്പോൾ പോലീസിൻ്റെ തല്ല് നമുക്ക് മനസ്സിലാക്കാം. അതിന് പുറമെ പാർട്ടിക്കാർ തല്ലുന്നു, എന്നിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിക്കുന്നു. അതാണ് ഏറ്റവും ഭയങ്കരം. പാർട്ടിക്കാർ തന്നെ ഇറങ്ങി തല്ലുന്നു, മുഖ്യമന്ത്രിയുടെ ഗൺമാർ ഇറങ്ങി തല്ലുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് വളരെ ഒട്ടും തന്നെ ജനങ്ങൾക്ക് ഒരു മതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെയേറെ ഒരു നെഗറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്. അതിന് പുറമെയാണ് ഈ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ അത്ര തന്നെ അവരുടെ റെസ്പെക്റ്റീവ് എതിരാളികളോട് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ദുർബലരാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് നല്ല ഒന്നാന്തര സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിലായിരുന്നെങ്കിൽ. ആലപ്പുഴയിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. കൊല്ലത്ത് പോലും അദ്ദേഹത്തെ ഒപ്പിക്കാം. പക്ഷേ അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ ഫീൽഡ് ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇതിനേക്കാളും നല്ല സ്ഥാനാർത്ഥികൾ വേറെ ഉണ്ട്.
വീണ ജോർജ് മത്സരിച്ചെങ്കിൽ. അതൊരു അല്ല, പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്താൻ കാരണം ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കാത്ത തരത്തിലുള്ള മതപരമായ ഒരു പിന്തുണ കിട്ടും എന്നുള്ള ഒരു ചിന്തയും കൂടെ വെച്ചിട്ടല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കൈയടിച്ച് പാസ്സാക്കിയാണ്. പക്ഷേ അവിടെ പ്രശ്നം പറ്റിയതെന്ന് അറിയാമോ? തോമസ് ഐസക്ക് ആ ഭാഗത്ത് തീരെ ഇല്ലാത്തൊരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. ലാറ്റിനാണ്. അത് തീരപ്രദേശത്താണെങ്കിൽ ചിലവായനാൽ തോമസ് ഐസക്ക് നമ്മൾ ലാറ്റിൻകാരനായിട്ടല്ല കണ്ടേക്കണം. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. അപ്പോൾ മന്ത്രിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഇനി പാർലമെൻറ്റിൽ പോയാലും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് തീരെ പറ്റാത്തൊരു സ്ഥലത്ത്, അദ്ദേഹത്തിന് മുൻപരിചയമില്ലാത്ത, അദ്ദേഹം സുപരിചിതനല്ലാത്തൊരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സമുദായക്കാർ താരതമ്യേന കുറവുള്ളൊരു സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തെ നേരെ മറിച്ച് ആ നാട്ടുകാരായ വീണ ജോർജിന് അല്ലെങ്കിൽ രാജു എബ്രഹാം ഉണ്ട്, പഴയ നമ്മുടെ റാന്നി അതുപോലൊരാൾ നിർത്തുന്നതിന് പകരം. അപ്പോൾ ആന്റോ ആന്റണിക്ക് നിലവിൽ തന്നെ ഒരു ചീത്തപ്പേരുണ്ടാവും. ഈ ചീത്തപ്പേര് എന്താണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ നാമധേയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് അത് തീരെ ചിലവാവില്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള അബദ്ധങ്ങൾ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതുപോലെ ഞാൻ പറയാം, പാലക്കാട് LDF ജയിക്കാവുന്ന ഒരു സീറ്റാണ്, നല്ല ശക്തിയുള്ളൊരു മണ്ഡലമാണ്. പാലക്കാട്ട് സ്ഥാനാർത്ഥി തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ M സ്വരാജ് പോലത്തെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുകയാണ്, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ വിജയരാഘവൻ അത്ര ശക്തനല്ലാത്ത, വിജയരാഘവൻ അവിടെ ഫലപ്രദമാവുകയില്ല. ആ കാലമൊക്കെ കഴിച്ചു. വിജയരാഘവനൊക്കെ ഓടുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ആ കാലമൊക്കെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും പിന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ബ്യൂറോ മെമ്പറും ആണെങ്കിൽ പോലും ഞാൻ സെക്രട്ടേറിയറ്റ് മെമ്പറും സർവോപരി മന്ത്രി ബിന്ദുവിൻ്റെ ഭർത്താവുമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ടൊക്കെ ആളുകൾ വോട്ട് ചെയ്യണ്ടേ?